ഹായ് ഹലോ. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയാക്കി വെച്ചിരുന്ന ടെറസാണ് കേട്ടോ. ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടിക്കൊണ്ടിരുന്ന ടെറസ് അതാണ്ട് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. സങ്കടം തോന്നുന്നില്ല ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പം. അപ്പോൾ അങ്ങോട്ട് എത്ര വിചാരിച്ചിട്ട് ഇത് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ ഞങ്ങളുടെ വെണ്ടയ്ക്ക. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിലേ ഇതായി എന്നും പറഞ്ഞു. പക്ഷെ അതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചീത്തയായി പോയി കേട്ടോ. എന്താ പറ്റുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരും കൂടെ കട്ടയ്ക്ക് നിൽപ്പുണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഞാനും പപ്പായും മമ്മിയും കൂടെ അല്ലുമോളെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ മേളിൽ കയറി കേട്ടോ ഈ പരിപാടിക്ക്. അങ്ങനെ ഞങ്ങൾ മൊത്തം ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ പപ്പ അത് അപ്പം താഴേന്ന് മണ്ണ് മുകളിലോട്ട് എത്തിച്ചിട്ട് വേണം ഇത് ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അന്ന് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ പിന്നീട് അത് വീണ്ടും മൊത്തത്തിൽ അതങ്ങ് കുളമായി. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ശരിയാക്കിയിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് ക്യാബേജും കോളിഫ്ലവറുമാണ് നമ്മൾ നട്ട് വെച്ചിരുന്നത്. അതും ഒരു കുറച്ചൊക്കെ അങ്ങ് ചീത്തയായിപ്പോയി. അങ്ങനെ ഒരു സൈഡ് ഞങ്ങൾ ക്ലീൻ ചെയ്ത് ക്യാബേജും കോളിഫ്ലവറും എല്ലാം കൂടെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 ഭായിമാരും കൂടെ ഇന്ന് ജോലി ചെയ്യുമായിരുന്നു. അപ്പം ബാക്കി ഉണ്ടായിരുന്ന ഗ്രോ ബാഗില്ലേ, ആ വെണ്ടയ്ക്ക ഇരുന്നതിനകത്ത് ചീത്തയായ ഗ്രോ ബാഗെല്ലാം ചെടിയെല്ലാം ഞങ്ങൾ മാറ്റി അതിനകത്ത് മണ്ണ് അങ്ങോട്ട് തട്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് പറ്റിപ്പോയത് ഇത് കൂടിപ്പോയതാട്ടോ. നമ്മൾ പുറത്തുനിന്ന് പ്രത്യേകിച്ച് വളമൊന്നും മേടിക്കാറില്ല. ആകെ മേടിക്കുന്നത് മറ്റേ ഇൻസെക്ടിസൈഡ് മാത്രമേ മേടിക്കാറുള്ളൂ, ഈ കുഞ്ഞു കുഞ്ഞു പ്രാണി വരുന്നതിനകത്ത്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് അന്ന് ഒഴിച്ചു കൊടുത്തു 2 ആഴ്ച ഒക്കെ മുന്നേ ആയിരുന്നു ആദ്യം ഒഴിച്ചു കൊടുത്തത്. പിന്നെ രണ്ടാമത്തത് ഡൈല്യൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുത്തതായിരിക്കണം ഇത് ചീത്തയായി പോകാൻ കാരണം. അപ്പോൾ ഇത് മൊത്തം ഇങ്ങെടുത്ത് ഒന്നും കൂടെ മണ്ണിട്ട് രണ്ടാമത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നല്ല വെണ്ടയ്ക്കയുടെ ചെടി നോക്കി മാറ്റുക കേട്ടോ. അപ്പോൾ പണിയായിരുന്നു, നല്ല പണിയായി. ഇതിപ്പം 3-3.5 മണിക്കൂറത്തെ പരിപാടിയാണ്. കുറച്ച് ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സൈഡ് മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ കോസ്റ്റിൽ ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല വളവും നല്ല എന്താ പറയുക എല്ലാം ഇപ്പോൾ അവൈലബിൾ അല്ലേ, എല്ലാം കിട്ടും. അതുപോലെ തന്നെ പന്തൽ, പാവയ്ക്കും പടവലങ്ങയ്ക്കൊക്കെ ഉള്ള പന്തലും ചെയ്യാനും വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സ്ക്രാപ്പ് എല്ലാം കൂടെ വെച്ചിട്ട് ചെയ്യാനാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം പണിയേ കഴിഞ്ഞിട്ടുള്ളൂ. അത് അവിടെ കാണുന്ന ഈ പൈപ്പൊക്കെ, അതൊക്കെ പഴയ പൈപ്പുകളാണ് വീട്ടിൽ കിടക്കുന്നതൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു സൈഡ് ഞങ്ങൾ ക്ലീൻ ചെയ്ത് അവിടെ ക്യാബേജും കോളിഫ്ലവറിൻ്റെയും പിന്നെ വെണ്ടയ്ക്കയുടെയും തൈകൾ നട്ട ഗ്രോ ബാഗ് എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ബംഗാളീസ് 2 ഭായിമാർ. ബായ് കേട്ടോ. ഭക്ഷണവും വെള്ളവും ഫ്രീ.
അങ്ങനെ ആ സൈഡ് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ആ വെണ്ടയ്ക്കയുടെ ആവശ്യമുള്ളതെല്ലാം എടുത്ത് ഇപ്പുറത്ത് വെച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ മണ്ണ് കൊണ്ടുവന്ന് തട്ടു കേട്ടോ. അപ്പോൾ അവിടെ താഴെ അടുത്തൊരു പാരപ്പറ്റ് ഉണ്ട്, അവിടെ ഇട്ടാൽ പപ്പ ഇത് മിക്സ് ചെയ്ത് തരുന്നത്. അപ്പം പപ്പ ആണ് കൂടുതലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ഞങ്ങൾക്ക് ഈ അറേഞ്ചിങ്ങും ഇതുപോലെ നിന്ന് കൊട്ടേഷൻ വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരിപാടി. അപ്പം ഇപ്രാവശ്യം ഞാൻ വന്നതെന്ന് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. ഞാനും പട്ടിപ്പണി ചെയ്യേണ്ടി വന്നു. പോട്ടെ, എന്നാലും സാരമില്ല. അങ്ങനെ ഈ ടെറസ് തൂത്തെടുക്കുന്നത് തന്നെ ഉണ്ട് കേട്ടോ, 4-5 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണ്. ശരിക്കും ഇത് ആ മണ്ണെന്ന് പറഞ്ഞാൽ മുമ്പേ ഞങ്ങൾ ചെയ്തില്ലേ, അതിൻ്റെ മണ്ണ് മഴയൊക്കെ പെയ്ത് ആ ഗ്രോ ബാഗിനകത്ത് കിടന്ന് ഗ്രോ ബാഗ് പൊട്ടി ആ തഴയിൽ വീഴുന്ന മണ്ണാണ് ഇതൊക്കെ. അതിനകത്ത് നിന്ന് 10 മണിയുടെ വിത്ത് വീണ് ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇച്ചിരി ചിരിച്ചോണ്ടൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞതിനും വേണ്ടി കേട്ടോ. വരൂ ക്യാമറ, സൂം ചെയ്തൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് വീണ്ടും പിന്നെ അടുത്ത സൈഡ് സെക്ഷൻ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ആ സൈഡ് പാവയ്ക്കയും പടവലങ്ങയും പയറും ഒക്കെ അതിനകത്ത് ഇങ്ങനെ പന്തൽ കെട്ടുന്ന. ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ എന്താ എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഞാൻ ഈ പണി എടുക്കുന്നതൊക്കെ എടുക്കാം, അഭിനയിക്കും എന്ന് പറഞ്ഞ് എടുത്തോണ്ടിരുന്നത് കേട്ടോ. പറയാൻ പറ്റില്ല, വൈറലായാലോ. വൈറൽ തന്ത കഴിഞ്ഞ പ്രാവശ്യം കൂട്ടി തന്നതാ, പട്ടുപോയത് വലിയ ഉണ്ടളപ്പുഴ കിടക്കുന്നുണ്ട്, അത് എടുത്ത് കളാം. 2 വട്ടം വെള്ളം വെള്ളം ഒഴിക്കാം. കോൺസെൻട്രേറ്റ് ആയി പോയത്, ഇരട്ടി കണക്ക് വെള്ളം ചേർക്കണം. സാറില്ല, നമുക്കിങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. അത് മാത്രമല്ല, പിന്നെ കഞ്ഞുള്ള അങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കരുത്, അതിനകത്ത് ചേർക്കണം. ആ മണ്ണും കൂടെ എടുത്തുവിടാ മതി. അഭിനയിച്ച് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ സത്യം പുറത്തു വന്നു ഗൈസ്, സത്യം പുറത്തു വന്നു. പപ്പയാണ് ഇതെടുത്ത് ഒഴിച്ചത്. അപ്പോൾ സാരമില്ല, ഇപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മളത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ക്ലീനിങ് പരിപാടി തന്നെ തുടങ്ങി കേട്ടോ. ഭയങ്കര പരിപാടിയായിരുന്നു. നമ്മൾ ഈ കൊറിയൻ വീഡിയോസൊക്കെ കാണത്തില്ല ഇങ്ങനെ തൂക്കുന്നതൊക്കെ, അത് ഭയങ്കര സാറ്റിസ്ഫൈങ്. ഒരുപാട് മുറ്റമൊക്കെ നിമിഷ നേരം കൊണ്ട് തൂക്കുന്ന കാണത്തില്ലേ പാവത്തുങ്ങൾ. ഞാനൊക്കെ ഓർക്കുന്നു എന്തൊരു എളുപ്പം ഇതൊക്കെയെന്ന്. പക്ഷേ നല്ല പരിപാടി കേട്ടോ. ഇത് എത്ര നേരം, 3 മണിക്ക് ഞങ്ങൾ കയറിയതാണ് ടെറസിൽ. അപ്പം തുടങ്ങിയ പരിപാടിയാണ്, ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ഒരു സൈഡ് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നില്ലേ? എന്ത് രസമുണ്ട്. ഇത് 2x കാണുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. പക്ഷെ നല്ല പരിപാടി കേട്ടോ ഇത്, നല്ല പണിയെടുക്കണം. പിന്നെ ഞാൻ ഇവരെ കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാന്നുള്ള ഉദ്ദേശത്തായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ച്. അങ്ങനെ ആ കോർണറിൽ ഇപ്പം ഞങ്ങൾ തൂക്കുന്ന കോർണറിലാണ് പയറിൻ്റെ അത് ഒരു ഗ്രോ ബാഗിനകത്തല്ല ചാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാക്കിനകത്ത് നിറച്ച് അതിങ്ങനെ കമത്തിയിട്ടാൽ അതിനകത്തൊരു 3-4 തൈയൊക്കെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡും ഈ ഒരു സൈഡും ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പാവയ്ക്കയുടെ ചെടിയാട്ടോ മമ്മി ഇപ്പോൾ ഈ ഇങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്ന് പാവയ്ക്കയും പടവലങ്ങയും ആ ഒരു സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ പയറും പടർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുമ്പത്തെ വീഡിയോ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഓരോ സൈഡിലും ഓരോന്ന് വെച്ച് ചെയ്ത്. ഇപ്പം ഇതിരിക്കുന്നിടത്ത് തക്കാളിയൊക്കെ വെച്ചിരുന്നത്. എന്നാലും വേണ്ടിയില്ല, സാരമില്ല. ഇപ്പം നമ്മളൊന്നും എന്തായാലും ഒന്നേന്നും പറഞ്ഞ് ചെയ്യുമല്ലേ. അങ്ങനെ ആ സൈഡും കഴിഞ്ഞു. ഇതുമെല്ലാം അവിടെ നിരത്തി വെച്ചു. പിന്നെ ഇവിടെ ഇനി വലയുണ്ട് കേട്ടോ, അവിടെ കുറച്ച് മുറിഞ്ഞ വലയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇതിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുക. മണ്ണ് നിറച്ച് ഇനി ഇത് കമത്തി ഇട്ടിട്ട് ആ ഫ്രണ്ടിലാണ് ഇത് വെക്കുന്നത്, കാണിച്ചു തരാം. അങ്ങനെ അത് കെട്ടി. അപ്പോൾ ഇത് നല്ല വളം ഉള്ള മണ്ണാണ് കേട്ടോ. ചാണകപ്പൊടിയുണ്ട്, ചാണകപ്പൊടിയല്ല ചാണകമുണ്ട്, പിന്നെ ഫുഡ് വേസ്റ്റിൻ്റെ അത് കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ ചകിരിച്ചോറ്, എല്ലുപൊടി, ഇതെല്ലാം മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ ഇത്. അങ്ങനെ ഇങ്ങനെ വെച്ച് അതിനകത്ത് 3 ഹോളുണ്ടാക്കി അതിനകത്ത് അങ്ങ് നടത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് സക്സസ്ഫുള്ളി ഞങ്ങൾ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡും ക്ലീൻ ചെയ്യാൻ കുറേ നോക്കി, കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു. കുറച്ചിങ്ങനെ ക്ലീൻ ചെയ്ത് കൂട്ടി വെച്ചാൽ മണ്ണ് നല്ലതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഈ മണ്ണ് തൂത്തെടുക്കാൻ നല്ല പാടായിരുന്നു. പറ്റുന്നത്രയും ഞങ്ങളതെന്തായാലും
ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും എല്ലാം ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ എല്ലാ വീക്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇന്നലെ ചെയ്തതാണ്. ഇനി ഇന്ന് പോയിട്ട് ബാക്കി ഒരു സൈഡും കൂടെ ക്ലീൻ ചെയ്ത് തക്കാളി ഉണ്ട്, തക്കാളിയായി ഇനി നടാനുള്ളത്. തക്കാളി അത് കിളിച്ച് വന്നിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്ക്രാപ്പിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം. അങ്ങനെ ഒരു സൈഡ് മൊത്തത്തിൽ ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് തക്കാളി വെക്കാനായിട്ട് ഗ്രോ ബാഗൊക്കെ നിറച്ച് ഇന്ന് അവിടെ മൊത്തം അത് സെറ്റാക്കും. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ശരി, അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിലുണ്ടേ. അപ്പം അങ്ങനെ അതും കെട്ടി വേണ്ടേ, ഈ പന്തലും കെട്ടി. പിന്നെ ഇങ്ങോട്ട് ഇതെല്ലാം അടുക്കിയിട്ടുണ്ട്. ഇനി ആ കോർണർ തൂക്കണം നമ്മൾ. അങ്ങനെ പറ്റുന്നത്ര എല്ലാം വൃത്തിയാക്കി കേട്ടോ. കുറേയൊക്കെ വൃത്തിയാക്കി അടുക്കി പെറുക്കി ഈ സൈഡും കുറേയൊക്കെ ക്ലീൻ ചെയ്തു. മടുത്തു. ബാക്കി നാളെ. Bye.